ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു പോർഷൻ, അതായത് നമ്മുടെ തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത്. അപ്പം നമ്മുടെ തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 2 ബാച്ചുകാരുണ്ട്. നമ്മുടെ KUHS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ പഠിക്കുന്ന തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അവർക്ക് ഒരു എക്സാംസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, കുറച്ച് ദിവസമായി. അപ്പോൾ അവർ ഏകദേശം കുറച്ച് ടോപ്പിക്സ് ഒക്കെ, അതായത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചെറിയൊരു അവയർനെസ് അവർക്ക് ഉണ്ടാകും. പക്ഷെ പിന്നെ ഒരു ബാച്ച് നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ RGHSന്റെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ പഠിക്കുന്ന കോളേജസിൽ പഠിക്കുന്ന തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസ്. അതായത് ജസ്റ്റ് ലാസ്റ്റ് വീക്ക് നിങ്ങളുടെ എക്സാംസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. യു ആർ ഗോയിങ് ടു എൻ്റർ ദ തേർഡ് സെമസ്റ്റർ. ഓക്കെ, അതായത് ജസ്റ്റ് പോകുന്നതേ ഉള്ളൂ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാമെങ്കിൽ വളരെ നല്ലത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, നിങ്ങൾക്കൊരു തേർഡ് സെമസ്റ്റർ എന്താണ്, അതൊരു കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആകുമായിരുന്നു. അതായത് തേർഡ് സെമസ്റ്റർ എന്താണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, അതിൽ എത്ര മാർക്കിനാണ് എക്സാംസ് വരുന്നത്, ഏതൊക്കെ പാറ്റേൺ ആണ് എക്സാം വരുന്നത്, അതൊക്കെ വെച്ചിട്ട് സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ ഇന്ന് അതിനുള്ള സമയമില്ല, കാരണം നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വാക്ക് പറഞ്ഞതുപോലെ തേർഡ് സെമസ്റ്ററിന്റെ ക്ലാസ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനെല്ലാം വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലൈവ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, നമ്മുടെ ആ ഒരു സബ്ജക്ട്സിനും സിലബസും പഠിക്കേണ്ട രീതിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാനൊരു ലൈവ് സെഷനായിട്ട് അല്ലെങ്കിൽ ഒരു റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ഞാനത് പറഞ്ഞു തരാം, എന്തൊക്കെ സബ്ജക്ട്സ് ആണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, അത് ഞാൻ ജസ്റ്റ് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഞാനതൊന്ന് പറഞ്ഞിട്ട് അടുത്ത നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിന്റെ സിലബസ്. നമ്മുടെ KUHSന്റെ സിലബസ് ആണ് ഇത് കാണിക്കുന്നത്. പക്ഷേ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കും സെയിം സിലബസ് തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ മൂന്നാമത്തെ സെമസ്റ്ററിലെ ആദ്യത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജിയാണ്. അപ്പോൾ നമുക്കറിയാം ബയോ കെമിസ്ട്രി ന്യൂട്രീഷൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതുപോലെ ഇപ്രാവശ്യം നിങ്ങൾക്ക് Aയും Bയും പാർട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും. അതിൽ A പാർട്ട് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് മൈക്രോബയോളജി. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇത് സെപ്പറേറ്റ് ആയിട്ടല്ല പഠിച്ചത്. മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒരു പേപ്പറായിട്ടാണ് പഠിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയല്ല, Aയും Bയും എന്ന് പറഞ്ഞിട്ട് അപ്ലൈഡ് മൈക്രോബയോളജി, അത് ഫസ്റ്റ് പാർട്ട്. അതിൽ തന്നെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ഉണ്ട്, രണ്ടാമത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് പാത്തോജനിക് ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫോർത്ത് യൂണിറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. വളരെ ഈ 4 യൂണിറ്റാണ് മൈക്രോബയോളജി നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. പിന്നെ അതിൻ്റെ B പാർട്ട് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റിയാണ്. ഞങ്ങൾ മൈക്രോബയോളജി എന്നുള്ള സബ്ജക്റ്റിൽ തന്നെയാണ് ഇതൊക്കെ പഠിച്ചത്. പക്ഷെ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു. അത് ജസ്റ്റ് അതിൽ എത്ര യൂണിറ്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അതിൻ്റെ ടൈപ്സ് അതൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രിവെൻഷൻ അതൊക്കെ ഉണ്ട്. അടുത്തത് ഐസൊലേഷൻ പ്രിക്കോഷൻ ആൻഡ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തേർഡ് യൂണിറ്റ് ഹാൻഡ് ഹൈജീൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് യൂണിറ്റ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. പിന്നെ ഫിഫ്ത്ത് യൂണിറ്റ് സ്പെസിമെൻ കളക്ഷൻ. സിക്സ്ത് യൂണിറ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. സെവൻത് ആന്റിബയോട്ടിക് സ്റ്റുവർഷിപ്പ്. എയ്ത്ത് യൂണിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. അടുത്ത 9th യൂണിറ്റ് എന്ന് പറയുമ്പോൾ IPSG ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. 10th യൂണിറ്റ് സേഫ്റ്റി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് 10th യൂണിറ്റ്. 11th യൂണിറ്റ് എംപ്ലോയി സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇത്രയുമാണ് നിങ്ങളുടെ B പാർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഒരു പേപ്പർ, നമ്മുടെ അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി, A പാർട്ടും B പാർട്ടും എന്ന് പറയും. പിന്നെ അടുത്തൊരു സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഫാർമക്കോളജി 1 എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് പഠിക്കുന്നത്. അതായത് നിങ്ങൾ അവിടെ ഡ്രഗ്സ് ആണ്, കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം വൈസ് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തേർഡ് സെമസ്റ്ററിൽ ഫാർമക്കോളജിയുടെ പേപ്പർ നിങ്ങൾ എക്സാം എഴുതുന്നില്ല. ഓക്കെ, ഫാർമക്കോളജി എക്സാം എഴുതുന്നില്ല, അതിനെക്കുറിച്ച് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഓക്കെ, അടുത്ത് പിന്നെയുള്ളത് പാത്തോളജി മുതൽ പാത്തോളജി 1 ആണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. പക്ഷെ പാത്തോളജി 2, ഫാർമക്കോളജി 2 നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ, അടുത്ത സെമസ്റ്ററിൽ, ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കും. അപ്പോഴാണ് അവിടെയാണ് എക്സാം വരുന്നത്. ഫാർമക്കോളജി 1ഉം പാത്തോളജി 1ഉം 2 സബ്ജക്ട്. പാത്തോളജി മീൻസ് അവിടെ പാത്തോളജിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഓക്കെ, പിന്നെ
പിന്നെ ഉള്ളത് അടുത്ത നമ്മുടെ എക്സാം പേപ്പറാണ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1. അത് നമുക്കിവിടെ തേർഡ് സെമിസ്റ്ററിൽ എക്സാം ഉണ്ട്. തേർഡ് സെമിസ്റ്ററിൽ 2 പേപ്പർ എന്ന് പറയുമ്പോൾ ഒന്ന് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളും രണ്ടാമത്തത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1ഉമാണ്. അതിനകത്ത് കുറച്ച് നമുക്ക് സിസ്റ്റം വൈസ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ കുറേ സിസ്റ്റംസ് നമ്മൾ ബോഡി ഓർഗൻ സിസ്റ്റംസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ സിസ്റ്റംസും ബേസ്ഡ് ആയിട്ട് കുറച്ച് സിസ്റ്റംസ് ബാക്കിയുള്ളത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2ൽ നമ്മൾ അടുത്ത സെമിസ്റ്ററിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ഡിസീസസ്, അതിൻ്റെ മാനേജ്മെന്റ്, നഴ്സിംഗ് മാനേജ്മെന്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്, സർജിക്കൽ മാനേജ്മെന്റ്, മെഡിക്കൽ മാനേജ്മെന്റ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, പെത്തോഫിസിയോളജി, അങ്ങനെ ഒരുപാട് ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ അതെല്ലാം ചേർത്തിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ഓരോ ഡിസീസസും പഠിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തേർഡ് സെമസ്റ്ററിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ സൈഡ് ലൈക്ക് ക്ലിനിക്കൽ സൈഡ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയാണ് തേർഡ് സെമസ്റ്റർ. അപ്പൊ ഇതിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ദെൻ ഓൾസോ ആഫ്റ്റർ സീയിങ് സം പോർഷൻസ് ഇൻ മൈക്രോബയോളജി ഐ വിൽ ബി ടേക്കിംഗ് ക്ലാസ്സസ് ഫോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ മെഡിക്കൽ ഹെൽത്ത് നഴ്സിംഗ്. ഒക്കെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിലുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻസും ഞാനവിടെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അതിന് ടെൻഷൻ ആവണ്ട. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പോർഷൻ മൈക്രോബയോളജിയാണ്. കാരണം അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ഒരു വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് തോന്നുന്ന ഒരു പോർഷനാണ് മൈക്രോബയോളജി. അപ്പോൾ ആ മൈക്രോബയോളജിയാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്. ഓക്കെ, മൈക്രോബയോളജി, പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ, ഒപ്പം അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ഒക്കെ പഠിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ താല്പര്യത്തോടെ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് മോർ ക്ലാസ്സസ് for third semester. If you are not interested, then I will leave and take classes for first semester. ഓക്കെ, കാരണം അവർക്കും വളരെ അത്യാവശ്യമായിട്ട് ക്ലാസ്സുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്കുള്ള ക്ലാസ്സുകൾ പെൻഡിങ് വെച്ചിട്ടാണ് നിങ്ങൾക്കും കൂടെയുള്ള ക്ലാസ്സുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്താൽ ലാസ്റ്റ് സമയത്ത് ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കുക അങ്ങനെയെന്നുള്ളത് വിചാരമൊന്നും വേണ്ട. ഒരുപാട് പോർഷൻസ് ഉണ്ട്. മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോളും അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഓരോ ഡിസീസും നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്നിലും നമുക്ക് കഥകളൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. എക്സാക്റ്റ് ആ ഡിസീസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അത്രയും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോബയോളജിയുടെ ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് എക്സ്പ്ലെയിൻ concept and principles of microbiology. Okay, അതായത് importance and relevance to nursing, historical perspective, കൺസെപ്റ്റ് ആൻഡ് ടെർമിനോളജി, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോബയോളജി. അപ്പോൾ ഇതിലാകെ ചോദിക്കുന്നത് ജസ്റ്റ് ഹിസ്റ്ററി മാത്രമാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് 2-3 സയൻറ്റിസ്റ്റുകളെ കാര്യങ്ങൾ, തിയറിസ്റ്റുകളെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കുറച്ച് പേര് ഡിസ്കവറി ഒക്കെ നമുക്ക് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത് അതത്ര മാത്രം. ജസ്റ്റ് 2 മാർക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ആൻഡ് ഒബ്ജക്റ്റീവ്. ജസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്നുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയുള്ള പോർഷൻസ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം മൈക്രോബയോളജി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്സ് ഏതാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കാറുണ്ട്. ദറ്റ് ഈസ് ബവീജ. ആസ് പെർ മൈ ഒപ്പീനിയൻ ബവീജ ഓർ എൽസ് യു കൻ ഗോ ഫോർ അനന്തനാരായണ. അനന്തനാരായണ മീൻസ് ഇറ്റ് ഇസ് എ ഡീറ്റെയിൽ. ഓക്കെ, വളരെ തറവായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ഓവർ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അനന്തനാരായണ. അതർവൈസ് ഇഫ് യു ആർ ചൂസിങ് ബവീജ ടെക്സ്റ്റ് ബുക്ക്, ദിസ് ഈസ് ദ ബവീജ ടെക്സ്റ്റ് ബുക്ക്. ഐ എം ഗോയിങ് ടു ടേക്ക് ക്ലാസ്സസ് ഫ്രം ദിസ് ബുക്ക് ഓൺലി. ഓക്കെ, അപ്പോൾ ഈ ബുക്കാണ് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കാണ് ബവീജ ടെക്സ്റ്റ് ബുക്ക്. ഇതിൻ്റെ തന്നെ കണ്ടന്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ, കുറച്ചുകൂടി അസൈൻമെന്റ്സോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അനന്തനാരായണ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. ഇതാണ് അനന്തനാരായണ ടെക്സ്റ്റ് ബുക്ക്. 2 ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. നമ്മളിത് 2 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് സിലബസിൽ നമ്മൾ പറഞ്ഞത് ഹിസ്റ്ററിയാണ്. അവിടെ നമുക്ക് അറിയേണ്ടത് ഹിസ്റ്ററി മാത്രമാണ്. അത് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കണ്ടന്റുകളെല്ലാം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പവർ പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അത്രയും ഞാൻ ചുരുക്കിയോ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അത്രയും മെനക്കെട്ട് പവർ പോയിന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും അല്ലേ, അപ്പോൾ ക്ലാസ്സുകൾ ഡിലേ ആവും. അതിനേക്കാളും ബെസ്റ്റായിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ പോർഷൻ എന്തായാലും ഇപ്പോൾ ഞാൻ അടുത്ത ഓരോ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പവർ പോയിന്റ് വേണമോ അതോ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് മാത്രം നിങ്ങൾ പഠിക്കുക. ബാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിലബസിൽ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് അതിലുള്ള നോക്കിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓരോ പോർഷൻസ് നിങ്ങൾ ഇത് പഠിക്കണം അത് പഠിക്കേണ്ട എന്നുള്ളത് പറയുന്നത്. അതനുസരിച്ച് പഠിക്കാനും കുറച്ചുകൂടി യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ.
വാട്ട് ഈസ് മീൻ ബൈ മൈക്രോബയോളജി? മൈക്രോബയോളജി മീൻസ് ഇറ്റ്സ് എ സയൻസ് ഓഫ് ലിവിങ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അത് ജീവനുള്ള എല്ലാ വസ്തുക്കളും അല്ല, that are only visible under the microscope. അതായത് മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ജീവനുള്ള ഓർഗാനിസംസ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? നമ്മുടെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ്, അത് നമ്മുടെ കണ്ണിൽ നേരിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ നാക്കഡ് ഐയിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. പക്ഷെ നമ്മൾ ത്രൂ എ മൈക്രോസ്കോപ്പ്, if we are observing, we can see that organism. Studying about that particular organism is known as microbiology. Then what is meant by medical microbiology? Medical biomicrobiology deals with the causative agents of infectious diseases of man, his reaction to such infections, the ways in which they produce disease, and the method for their diagnosis. അതായത് മെഡിക്കൽ മൈക്രോ ഓർഗാനിസംസ്, മൈക്രോബയോളജി നമ്മൾ പറഞ്ഞു, ചില മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ശരീരത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ ഇൻവേർഡ് ചെയ്യുകയും ഉള്ളിൽ പ്രവേശിക്കുകയും അവ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ നമ്മൾ ഡിസീസസ് ഉണ്ടാക്കുന്ന ഈ ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസിനെ കുറിച്ച്, അവയുടെ പ്രോസസ്സിനെ കുറിച്ചും, അവ എങ്ങനെയാണ് ഡിസീസ് വരുത്തുന്നതെന്നും, അവ എങ്ങനെയാണ് അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഈ മെഡിക്കൽ മൈക്രോബയോളജിയിൽ പഠിക്കുന്നത്. ക്ലിയർ? അപ്പോൾ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ വി ആർ സ്റ്റഡിങ് അബൌട്ട് മൈക്രോ ഓർഗാനിസംസ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഹിസ്റ്ററിയിലോട്ട് പോവുകയാണ്. ദ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ contact from man to man was known as since biblical times. biblical times എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ, അതായത് ക്രൈസ്റ്റ് ജനിച്ച കാലം മുതൽ, അതായത് പണ്ട് BC ഉണ്ടായിരുന്ന കാലം മുതലേ നമ്മൾ ഈ ഒരാളിൽ നിന്നും മറ്റൊരാളിലൂടെ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെ കുറിച്ച് പലപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു. വാരോ ആൻഡ് കൊളമെല്ല, ഇത് ഈ സയന്റിസ്റ്റുകളുടെ പേരുകളൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണം, ജസ്റ്റ് ഒന്ന് പറയാൻ, അതായത് എത്രയും പഴയ കാലം മുതലേ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു പാരഗ്രാഫ് അത്രയും സയന്റിസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ പറയും ഏതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, അത് മാത്രം പഠിക്കാം. വാരോ ആൻഡ് കൊളമെല്ല, അതായത് ദാറ്റ് മീൻസ് ഫസ്റ്റ് സെഞ്ചുറി ഓഫ് BC-യുടെ, ഇപ്പൊ നമ്മൾ ആഫ്റ്റർ ക്രൈസ്റ്റ് ആണ്, അതായത് AC ആണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ് BC എന്ന് പറയുന്നത്. ബിഫോർ ക്രൈസ്റ്റിന്റെ ഫസ്റ്റ് സെഞ്ചുറി തന്നെ ഇൻവിസിബിൾ നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചതാണ് അനിമേലിയ മിനുട്ട എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഫ്രെക്കാസ്റ്റോറിയസ് ഓഫ് വെറോണ പ്രപ്പോസ്ഡ് എ കണ്ടേജിയം വൈവം അല്ലെങ്കിൽ ലിവിങ് ജേംസ് ആസ് എ പോസിബിൾ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് അന്ന് മൈക്രോ ഓർഗാനിസം എന്താണെന്നോ വാക്സിൻ എന്താണെന്നോ അതൊന്നും അന്ന് അറിയത്തില്ല. അന്ന് അവർ പറഞ്ഞത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ജേംസ് അല്ലെങ്കിൽ ലിവിങ് ജേംസ് ആണ് നമുക്ക് ഡിസീസസ് പരത്തുന്നത് എന്ന് മാത്രം അവർ പറഞ്ഞു. അതിനുശേഷം മറ്റൊരു സയന്റിസ്റ്റ് വോൺ പ്ലെനിസ് സജസ്റ്റഡ് ദാറ്റ് ഈച്ച് ഡിസീസ് വാസ് കോസ്ഡ് ബൈ എ സെപ്പറേറ്റ് ഏജന്റ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് എല്ലാ ഡിസീസസും ചെറിയ ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് ആണ് വരുത്തുന്നത് പറഞ്ഞു. അതിനുശേഷം വോൺ പ്ലെനിസ് പറഞ്ഞത് ഓരോ ഡിസീസസും ഓരോ തരത്തിലുള്ള ഏജന്റ് ആണ് പരത്തുന്നതെന്നും പറഞ്ഞു. എല്ലാം ഒരു തരത്തിലുള്ള ഏജന്റ് അല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ല. ഈച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ സെപ്പറേറ്റ് ഏജന്റ് എന്ന് ആരാണ് പറഞ്ഞത്? വോൺ പ്ലെനിസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് കിർച്ചർ എന്ന മറ്റൊരാൾ റിപ്പോർട്ടഡ് എന്താണ്? ഫൈൻഡിങ് മൈന്യൂട്ട് വേംസ് ഇൻ ദ ബ്ലഡ് ഓഫ് പ്ലേഗ് പേഷ്യൻസ്. Out it is more likely that he observed only blood cell with the equipment available to him. അതായത് അയാളുടെ ക്രിച്ചറിന്റെ കയ്യിലുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് വഴി ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡിനകത്ത് എന്തോ മൈന്യൂട്ട് വേംസ്, ചെറിയ ഇരകൾ പോലെയുള്ള എന്തോ ഒരു സ്ട്രക്ചർ അതിനകത്ത് കാണുന്നുണ്ട് എന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ ഹി ക്യാൻ ഓൺലി സീ ദ ബ്ലഡ് സെൽസ് വിത്ത് ഹിസ് എക്യുപ്മെന്റ്. അയാൾക്ക് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, നമുക്ക് മറ്റൊരു സഹായങ്ങളൊന്നുമില്ലാത്ത അൺഎയ്ഡഡ് ഐ കൊണ്ട് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ സഹായിച്ചത് വൺസ് ദേ ഇൻവെന്റഡ് മൈക്രോസ്കോപ്പ്. നമുക്കറിയാം മൈക്രോസ്കോപ്പ് ചെറിയ സാധനങ്ങൾ വലുതായിട്ട് കാണിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് അല്ലെ. അപ്പോൾ
എന്നാണോ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് അന്നാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസം നമുക്ക് കാണാനും ഒബ്സർവ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും പറ്റിയത്. ദ ക്രെഡിറ്റ് ഫോർ ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബാക്ടീരിയ ഗോസ് ടു, ആദ്യമായിട്ട് ഇതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തിയത് ആരായിരുന്നു? ആന്റണി വാൻ ല്യൂവൻഹുക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എന്നുള്ള അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യാൻ സഹായിച്ച, കാരണം പുള്ളി ഒരു ഡ്രേപ്പറാണ്. ഹോളണ്ടിൽ എന്ന സ്ഥലത്തുള്ള ഒരു ഡ്രേപ്പറാണ്. പുള്ളിക്ക് ഈ ലെൻസ് ഗ്രൈൻഡ് ചെയ്ത്, ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഗ്രൈൻഡ് ചെയ്ത് ഉരച്ചുരച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ് അല്ലേ. ആ പണി ഭയങ്കര ഹോബിയായിട്ട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ലെൻസുകൾ ഉണ്ടാക്കി ആ ലെൻസിലൂടെ നിന്നാണ് നമുക്ക് എന്താ ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആന്റണി വാൻ ല്യൂവൻഹുക്ക്. അതുകൊണ്ട് തന്നെ പുള്ളി എന്ന് പറയുന്നു ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയും. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന്. പക്ഷേ നമ്മൾ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ 2 ഫാദർമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് ഓർത്തിരിക്കുക. ആന്റണി വാൻ ല്യൂവൻഹുക്കിനെയും ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയാറുണ്ട്. ലൂയിസ് പാസ്റ്റർ നമ്മൾ അടുത്ത് പഠിക്കുമ്പോൾ പറയും ഞാൻ കേട്ടോ. ലൂയിസ് പാസ്റ്ററും എന്താണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പൊ ആന്റണി വാൻ ല്യൂവൻഹുക്കിനെ കുറിച്ച് പറയാം. He described 3 major morphological forms of bacteria. അതായത് 3 തരത്തിലുള്ള ബാക്ടീരിയയുടെ ഫോംസ് ടൈപ്സിനെ കുറിച്ച് പുള്ളി ഡിസ്ക്രൈബ് ചെയ്തു. ഒപ്പം തന്നെ 3 തരത്തിലുള്ള ബാക്ടീരിയയെ കുറിച്ച് പറയുകയും അത് നമ്മുടെ അന്നത്തെ കാലത്ത് ലണ്ടനിലുണ്ടായിരുന്ന റോയൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് ടീം പോലെയുള്ള റോയൽ സൊസൈറ്റി, നമ്മുടെ ഇപ്പോഴത്തെ റെഡ് ക്രോസ് സൊസൈറ്റി പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം റോയൽ സൊസൈറ്റി, അവരോട് പറയുകയും ചെയ്തു. പക്ഷേ അന്ന് അവരത് അംഗീകരിച്ചില്ല. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ഒബ്സർവേഷൻ വാസ് നോട്ട് ദെൻ റിയലൈസ്ഡ്. അന്ന് അവരത് ഇങ്ങനെ 3 തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഏജന്റുകളുണ്ട്, ഇതാണ് ഓരോന്നും നമുക്ക് ഡിസീസുകൾ പരത്തുന്നതെന്ന് ആന്റണി വാൻ ല്യൂവൻഹുക്ക് അന്ന് പറഞ്ഞപ്പോൾ ആരും അത് അംഗീകരിച്ചില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതിനുശേഷം റോബർട്ട് ഹൂക്ക്, ആരാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹൂക്ക് ഡെവലപ്ഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇൻ 1678 റോബർട്ട് ഹൂക്ക് ആണ് എന്ത് ചെയ്തത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ ആന്റണി വാൻ ല്യൂവൻഹുക്ക് പറഞ്ഞ ഒബ്സർവേഷൻസ് എല്ലാം കൺഫേം ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആയോ? അന്ന് ആദ്യം ആന്റണി വാൻ ല്യൂവൻഹുക്ക് പറഞ്ഞപ്പോൾ അന്ന് ആരും അത് വിശ്വസിച്ചില്ല, അതാരും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തില്ല. പക്ഷേ 1678 റോബർട്ട് ഹൂക്ക് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രിമിറ്റീവ് ഫോംസ് ഡെവലപ്പ് ചെയ്യുകയും ആ മൈക്രോസ്കോപ്പിലൂടെ ഈ നമ്മുടെ ആന്റണി വാൻ ല്യൂവൻഹുക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ആന്റണി വാൻ ല്യൂവൻഹുക്ക് പറഞ്ഞത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നുവെന്ന് മനുഷ്യർ മനസ്സിലാക്കിയത്. ഓക്കെ, to Leeuwenhoek, the world of those little animalcules represented only curiosity of nature. Their role in disease are not realized. Okay, അതൊന്നും വേണ്ട. Their observations lay dormant almost in a century. It was only some century later. Okay, അതായത് ആന്റണി വാൻ ല്യൂവൻഹുക്ക് പറഞ്ഞ ഏകദേശം 200 വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ആ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ട്രൂ ആയിരുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്തത്. ഈവൻ ആഫ്റ്റർ എത്ര വർഷമാണ്? 200ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് അവ അംഗീകരിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മളിവിടെ 2 പേരെ കുറിച്ച് പറഞ്ഞു. ആന്റണി വാൻ ല്യൂവൻഹുക്കിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മുടെ റോബർട്ട് ഹൂക്കിന്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചും പറഞ്ഞു. അടുത്ത നമുക്ക് കുറച്ച് 2 സയന്റിസ്റ്റുകളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ ഈ 2 പേരും ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്നതിൽ ഞാൻ പറയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. ദ ഏർലിയസ്റ്റ് ഡിസ്കവറി the earliest discovery of pathogenic role of microorganism probably goes to Agostino Bassi and another scientist. ഏറ്റവും നമ്മൾ ഈ ഒരു റോബർട്ട് ഹൂക്കൊക്കെ കഴിഞ്ഞിട്ട് 1835 ആവുമ്പോഴത്തേക്കാണ് ആരാണ്? അഗസ്റ്റീനോ ബാസി എന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ് എന്താണ് നമ്മുടെ സിൽക്ക് വേംസ്. ഹു ഷോഡ് ദാറ്റ് മസ്കാർഡിൻ ഡിസീസ് ഓഫ് സിൽക്ക് വേംസ് വാസ് കോസ്ഡ് ബൈ എ ഫംഗസ്. അതായത് മസ്കാർഡിൻ ഡിസീസ് ഓഫ് സിൽക്ക് വേംസ് എന്ന ഡിസീസ് അത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിന്റെ കാരണം ഒരു ഫംഗസ് ആണ് എന്ന് കൺഫേം ചെയ്തത് ആരായിരുന്നു? അഗസ്റ്റീനോ ബാസി ആയിരുന്നു. അതിനുശേഷം ഒലിവർ വെൻഡൽ ഹോംസ് in 1840 and Ignace Semmelweis 1846
രണ്ടുപേരും ഇൻഡിപെൻഡന്റ്ലി കൺക്ലൂഡ് ചെയ്തു. എന്തെന്ന്? ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, എക്സാമിന് വല്ലപ്പോൾ വരാവുന്ന ഒരു പോയിന്റ് ആണ്. ഒലീവർ വെൻഡൽ ഹോംസും ഇഗ്നസ് സെമ്മൽ വീസും അവർ പ്രത്യേകിച്ച് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ടല്ല കണ്ടുപിടിച്ചാൽ പ്രത്യേകിച്ച് കൺക്ലൂഡ് ചെയ്തു. എന്ത് കൺക്ലൂഡ് ചെയ്തു? പ്യൂപ്പേരിയൽ സെപ്സിസ് വാസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ്, നഴ്സസ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻസ് and this could be prevented by washing hands in antiseptic solution. പ്യൂപ്പേരിയൽ സബ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ്, ഓക്കെ, അന്ന് ഹെൽത്ത് ഫീൽഡ് അത് ഇത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അപ്പോൾ അന്നും നമുക്ക് മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ഒരു പ്രോസസ്സാണ് ഡെലിവറി, പ്രസവം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, പോസ്റ്റ് പാർട്ടൽ ഇൻഫെക്ഷൻ, അതാണ് പ്യൂപ്പേരിയൽ സബ്സിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഒബ്സർവ് ചെയ്തതാണ്, കൺക്ലൂഡ് ചെയ്തതാണ്, ഈ ഒരു പ്യൂപ്പേരിയൽ സബ്സിസ് അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ബിക്കോസ് ഓഫ് ദ അൺസ്റ്റെറൈൽ പ്രൊസീജിയേഴ്സ് ഡൺ ബൈ ഒബ്സ്റ്റട്രീഷ്യൻസ്, നഴ്സസ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻസ്. മെഡിക്കൽ ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിലുള്ളവർ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പ്യൂപ്പേരിയൽ സെപ്സിസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ഒലിവർ വെൻഡൽ ഹോംസും ഇഗ്നസ് സെമ്മൽ വീസും കൺഫേം ചെയ്തത്. ക്ലിയർ? അതുപോലെ തന്നെ മറ്റൊന്നും കൂടി അവർ പറഞ്ഞു, ഈ പ്യൂപ്പേരിയൽ സെപ്സിസ് നമുക്ക് മാക്സിമം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ബൈ ഡൂയിങ് എ സിമ്പിൾ ഹാൻഡ് വാഷിംഗ് വിത്ത് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. ഒരു ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് കൃത്യമായ സമയത്ത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്യൂപ്പേരിയൽ സെപ്സിസ് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതും ഒലിവർ വെൻഡൽ ഹോംസും ഇഗ്നസ് സെമ്മൽ വീസും ആണ്. ഓക്കെ, ആ ഒരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്ത പേര് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും ഞാൻ അതൊന്ന് ജസ്റ്റ് വായിച്ച് പറഞ്ഞു തരാം. ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ തെറ്റായ ഓപ്ഷനായിട്ട് ഈ പേരൊക്കെ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാനതൊന്ന് ജസ്റ്റ് വായിച്ചു വിടാം. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് പേരാണ് നീതം. നീതം, an Irish priest, believed in spontaneous generation of microorganisms from decomposing organic matter. പുള്ളി എന്താ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യുന്ന അഴുകി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഓർഗാനിക് മാറ്ററിൽ നിന്നും എന്ത് ജനറേറ്റ് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാം അല്ലെ, നമ്മുടെ എന്ത് സാധനങ്ങൾ അഴുകി മണ്ണോട് ചേരുമ്പോൾ അവിടെ മൈക്രോ ഓർഗാനിസം ഡെഫിനറ്റ്ലി ഡെവലപ്പ് ചെയ്യും. ഇത് കണ്ടുപിടിച്ചതാരാണ്? നീതം ആയിരുന്നു. നീതം is an Irish priest. He had shown in his experiments that microbes developed in closed flask of previously heated putrescible fluid. This view was opposed by Spallanzani, who found no such generation microorganisms. അതായത് അതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല. അതായത് ഒരാൾ പറഞ്ഞു ഒരു സാധനം നമ്മൾ കുറേ ദിവസം സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സ്പെല്ലൻസാനി പറഞ്ഞത് അത് തെറ്റാണ്. ആഫ്റ്റർ ലോങ് ഹീറ്റിംഗ് ആണെങ്കിൽ അവിടെ ഒരു മൈക്രോ ഓർഗാനിസംസും ജനറേറ്റ് ചെയ്യത്തില്ല എന്ന് പുള്ളി പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം നമ്മുടെ മൈക്രോബയോളജിയുടെ പ്രധാനപ്പെട്ട ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ വന്നപ്പോഴാണ്. ലൂയിസ് പാസ്റ്റർ ആണ് മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തിയത്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് അവരെ കുറിച്ച് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് പറയുന്നത്. സയന്റിഫിക് ഡെവലപ്മെന്റ് ഓഫ് മൈക്രോബയോളജി. എങ്ങനെയാണ് മൈക്രോബയോളജി ഇത്രയും വലിയൊരു ശാസ്ത്രശാഖയായി മാറുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം കുറിച്ചത് ആരാണ് ചോദിച്ചാൽ സയന്റിഫിക് ഡെവലപ്മെന്റ് ഓഫ് മൈക്രോബയോളജി വാസ് അഷേർഡ് ബൈ അവർ ലൂയിസ് പാസ്റ്റർ. ദാറ്റ്സ് വൈ ഹി ഈസ് നോൺ ആസ് father of microbiology. Louis Pasteur, also known as father of microbiology. Perfection on microbiological studies by Robert Koch. അടുത്തൊരു സയന്റിസ്റ്റ് ആണ് റോബർട്ട് കോച്ച്. ലൂയിസ് പാസ്റ്റർ കഴിഞ്ഞിട്ട് റോബർട്ട് കോച്ച് ഓൾസോ ഗിവൺ മോർ ഇമ്പോർട്ടൻറ്റ് discovery for the microbiology. Okay, he did many studies in microbiology. അതുപോലെ തന്നെ ലോർഡ് ലിസ്റ്റർ, ഇതെല്ലാം 2 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇവരെ കുറിച്ച് എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലൂയിസ് പാസ്റ്റർ വന്നിട്ടുണ്ട്, റോബർട്ട് കോച്ച് വന്നിട്ടുണ്ട്, ലോർഡ് ലിസ്റ്റർ വന്നിട്ടുണ്ട്, പോൾ എഹ്ലിച്ച് എന്ന് പറയുന്നത് അതും 2 മാർക്കിന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു പേഴ്സൺ. അപ്പോൾ അവർ എന്തൊക്കെയാണ് നമ്മുടെ മൈക്രോബയോളജിയിൽ ചെയ്ത കാര്യങ്ങൾ, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ലൂയിസ് പാസ്റ്റർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ
5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, ഇല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, ഇല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു പോർഷനാണ് ലൂയിസ് പാസ്റ്റർ. ഹി ലീവ്ഡ് ഇൻ ദ പീരീഡ് ഓഫ് 1822 ടു 1895. ഓക്കെ, 1822 മുതൽ 1895 വരെയാണ് പുള്ളി ജീവിച്ചത്. ഹു ഈസ് ദിസ്? ലൂയിസ് പാസ്റ്റർ. ഹി വാസ് ട്രെയിൻഡ് കെമിസ്റ്റ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ ഒരു വളരെ കഴിവുള്ള ഒരു കെമിസ്റ്റ് ആയിരുന്നു. ഹി സ്റ്റഡീസ് ഓൺ ഫെർമെന്റേഷൻ. എന്താണ് നമ്മുടെ ഫെർമെന്റേഷൻ? നമ്മൾ ഒരു സാധനം പുളിപ്പിക്കാൻ വയ്ക്കത്തില്ല, അതാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ആ ഫെർമെന്റേഷനെ കുറിച്ച് പുള്ളി പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് എന്ത് ഉണ്ടായത്? മൈക്രോബയോളജിയിലൂടെ ഒരു ലീഡ് അല്ലെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് പുള്ളി കാണിച്ചു തുടങ്ങുന്നത്. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഫെർമെന്റേഷൻ വാസ് കോസ്ഡ് ബൈ മൈക്രോബിയൽ ഏജൻസ്. അതായത് പുള്ളി എന്താണ് ആദ്യം കണ്ടുപിടിച്ചത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫെർമെന്റേഷനിൽ സ്റ്റഡി ആരാണ് നടത്തിയത്? ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ ആണ് ഫെർമെന്റേഷനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയത്. ഫെർമെന്റേഷൻ നടത്തിയപ്പോൾ എന്താ പുള്ളി കണ്ടുപിടിച്ചത്? ദിസ് ഫെർമെന്റേഷൻ ഈസ് കോസ്ഡ് ബൈ മൈക്രോബിയൽ ഏജന്റ്. നമ്മുടെ ഒരു വസ്തു പുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈക്രോബിയൽ ഏജൻസ് അല്ല മൈക്രോ ഓർഗാനിസംസ് ആണ് ആ ഒരു ഫെർമെന്റേഷൻ നടത്തുന്നത്. ഹി ഫർദർ നോട്ടഡ് ദാറ്റ് different types of fermentations were associated with different kinds of microorganisms. പുള്ളി പറഞ്ഞത് എന്താണ്? അതിനുശേഷം ആദ്യം പുള്ളി എന്ത് കണ്ടുപിടിച്ചു? ഫെർമെന്റേഷൻ മൈക്രോ ഓർഗാനിസം മൈക്രോബിയൽ ഏജൻസ് ആണ് കാരണമെന്ന് പറഞ്ഞു. പിന്നെ കണ്ടുപിടിച്ചത് ഓരോ തരത്തിലുള്ള ഫെർമെന്റേഷനും ഓരോ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് കാരണം. അത് പല തരത്തിലുള്ള ഫെർമെന്റേഷൻ ഉണ്ട്, അവ ഓരോന്നും ഓരോ തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് കാരണമെന്ന് കണ്ടുപിടിച്ചു. ക്ലിയർ? അതിനോട് തന്നെയാണ് ആ ഒരു മൈക്രോബയോളജിയുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി എന്ത് ചെയ്തു? ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് വിളിക്കുകയും ചെയ്തു. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് വിളിക്കുകയും ചെയ്തു ലൂയിസ് പാസ്റ്റർ. ഇനി നമുക്ക് നമ്മുടെ മൈക്രോബയോളജിയിലെ ഈ ഒരു സബ്ജക്ട് ലൂയിസ് പാസ്റ്റർ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ലൂയിസ് പാസ്റ്റർ ഇൻ മൈക്രോബയോളജി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Because many question paper they asked about Louis Pasteur. 2 mark or 5 mark. 5 മാർക്കിനാവുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൂയിസ് പാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. 5 മാർക്കാണെങ്കിൽ. 2 മാർക്കാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് മതിയാവും. ഒരു 6-7 പോയിന്റ്സ് തന്നെ ധാരാളമാണ് 2 മാർക്കിനുള്ളത്. ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് methods and techniques of bacteriology. എന്താണ് ബാക്ടീരിയോളജി? ഇറ്റ്സ് എ സ്റ്റഡി, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് സ്റ്റഡിങ് അബൌട്ട് ബാക്ടീരിയ. ദാറ്റ് ഈസ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി നടത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സും അതിൻ്റെ മെത്തേഡ്സും ഡെവലപ്പ് ചെയ്തു. ദിസ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്ററിന്റെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് ബാക്ടീരിയയെ കുറിച്ച് പഠിക്കാനുള്ള ടെക്നിക്സും മെത്തേഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തത്, പ്രൂവ്ഡ് കൺക്ലൂസീവ്ലി ദാറ്റ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഈവൻ മൈക്രോബ്സ് arouse only from their like and not de novo. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വൺ വേർഡ് ക്വസ്റ്റ്യൻസിനകത്തും MCQ ക്വസ്റ്റ്യൻസിനകത്തും ഞാൻ ഈ പോയിന്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ചോദിക്കാം ഏത് സയന്റിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് തിയറിസ്റ്റ് ആണ്, ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതായത് ഓരോ മൈക്രോ ഓർഗാനിസമും അതിൻ്റെ തന്നെ പ്രിമിറ്റീവ് ഫോമിൽ നിന്നും മാത്രമേ ഉണ്ടാകത്തുള്ളൂ, മറ്റു ഫോമുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതാരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. പ്രൂവ്ഡ് കൺക്ലൂസീവ്ലി ദാറ്റ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്, അതായത് മനുഷ്യനിൽ നിന്ന് മാത്രമേ മനുഷ്യനുണ്ടാകത്തുള്ളൂ, പാമ്പുകളിൽ നിന്ന് മാത്രമേ പാമ്പുകൾ ഉണ്ടാകത്തുള്ളൂ, പട്ടിയിൽ നിന്ന് മാത്രമേ പട്ടികൾ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഓരോ ബാക്ടീരിയ അതാത് മൈക്രോബ്സിൽ നിന്ന് മാത്രമേ അതാത് മൈക്രോബ്സ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ പറഞ്ഞത്. ദിസ് ഇസ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ലൂയിസ് പാസ്റ്റർ. The next, third one, Pasteur also had to face challenge from Pouchet, who was a proponent of spontaneous generation theory of microbe. അതായത് എന്താ പ്രൊപ്പണന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പൗച്ചറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു? പുള്ളിയുടെ ഫൈൻഡിങ്സിനെ, നമ്മുടെ ലൂയിസ് പാസ്റ്ററിന്റെ ഫൈൻഡിങ്സിനെ എതിർത്തു. ഓക്കെ,
എതിർത്തു. ഹു വാസ്, അതായത് പൗച്ചറ്റിന്റെ പ്രത്യേകത ചോദിച്ച പ്രൊപ്പണന്റ് ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, അത് തിയറി എന്താ നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇവിടെ പോയിന്റ് ആയിട്ട് ഓർത്താൽ മതി. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത പൗച്ചറ്റിന്റെ ചലഞ്ചസ് ഫേസ് ചെയ്തു. അതാണ് പാസ്റ്ററിന്റെ അടുത്തത്. ആൻഡ് പാസ്റ്റർ ഡിസ്പ്രൂവ്ഡ് ദ വ്യൂ by demonstrating the ubiquity of microorganisms in the air by his experiments performed in the swan-necked flask. Swan-necked flask എന്നുള്ള എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങളോട് പഠിക്കേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. പൗച്ചറ്റ് പറഞ്ഞു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഈസ് കറക്റ്റ്. പുള്ളിയുടെ തിയറിയാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അപ്പൊ ആ തിയറി തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് സ്വാൻ നെക്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ്, അതിലൂടെ ആ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തു. അതും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ലൂയിസ് പാസ്റ്റർ ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ്, ഇന്നും നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസർ, ഓട്ടോക്ലേവ് ആൻഡ് ഹോട്ട് എയർ ഓവൻ. നമ്മൾ ഇന്നും നമ്മുടെ സ്റ്റെറിലൈസേഷൻ CSSD ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ അവിടുത്തെ ഡിവൈസസ്, സ്റ്റീം സ്റ്റെറിലൈസർ ഉണ്ട്, ഓട്ടോക്ലേവ് ഉണ്ട്, ഹോട്ട് എയർ ഓവൻ ഉണ്ട്. ഇതിന്റെ എല്ലാം ഡെവലപ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് കൊണ്ടുവന്നത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ സ്റ്റഡീസ് ഓൺ ആന്ത്രാക്സ്. ആന്ത്രാക്സ് അറിയാലോ, ആന്ത്രാക്സ് ഒരു രോഗമാണ്, പശുക്കൾക്കൊക്കെ വരുന്ന, അതിലൂടെ മനുഷ്യനൊക്കെ വരുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ്. പിന്നെ ചിക്കൻ കോളറ, കോഴികളിലൂടെ വരുന്ന കോളറ. പിന്നെ ഹൈഡ്രോഫോബിയ, ഇതൊക്കെ അതായത് നമ്മുടെ ഹൈഡ്രോഫോബിയ എന്ന് പറയുമ്പോൾ നമുക്ക് പേവിഷബാധ അല്ലെങ്കിൽ റാബിസ് എന്ന് പറയുന്ന രോഗം. ഇതിലൊക്കെ സ്റ്റഡീസ് നടത്തി. ആന്ത്രാക്സിൽ സ്റ്റഡീസ് നടത്തി, ചിക്കൻ കോളറയിൽ സ്റ്റഡീസ് നടത്തി, ഹൈഡ്രോഫോബിയയിൽ സ്റ്റഡീസ് നടത്തി. During studies on rabies, though Pasteur could not isolate any microorganism from man and a dog, but suggested that the causative agent of rabies was too small to seen by microscope. പക്ഷേ ഈ റാബിസ് ഹൈഡ്രോഫോബിയെ കുറിച്ച് പഠിക്കുകയും, റാബിസ് ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് വാട്ടർ. അത് ആർക്കുള്ള ഒരു സൈൻസ് സിംറ്റംസ് എന്ന്? പേവിഷബാധയുള്ളവർക്കാണ്. വെള്ളത്തിന്റെ സൗണ്ട്, വെള്ളം കാണുക എന്നൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പേടി വരും. മനസ്സിലായോ? ആ ഒരു ഇതിനെക്കുറിച്ച് പഠിച്ചുവെങ്കിലും പുള്ളിക്ക് അത് കറക്റ്റായിട്ട് ഏത് മൈക്രോ ഓർഗാനിസം ആണ് അതിനുള്ള കാരണം എന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. He told that he suggested that the causative organism of rabies is very small to be seen by microscope. ഓക്കെ, അത് വളരെ ചെറുതാണ്, നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക്, അതും മൈക്രോസ്കോപ്പിലൂടെയും ഡിഫിക്കൽട്ടാണ് എന്ന് പുള്ളി പറയുകയാണ് ചെയ്തത്. അടുത്ത് ഇനിയും ഉണ്ട് കോൺട്രിബ്യൂഷൻസ്, ബാക്കി 5 എണ്ണം നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒന്നുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ലൂയിസ് പാസ്റ്റർ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. ആദ്യമേ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ സമയമെടുത്ത് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നതുകൊണ്ട് യാതൊരു വിധ യൂസ്ഫുൾ ഇല്ല. കാരണം ഇതൊരു വ്ളോഗ് ചാനലോ ഒന്നുമല്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനോട് ഒരു യൂസും ഉണ്ടാകത്തില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമൻസും സജഷൻസും, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സും ഒക്കെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുകയും വേണം. അപ്പൊ ലൂയിസ് പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്തായിരുന്നു? 1822 മുതൽ 1895 വരെ ജീവിച്ചൊരു മനുഷ്യനാണ്. ഹീസ് എ കെമിസ്റ്റ് ഓഫ് ഫ്രാൻസ് ആണ്. ഹി സ്റ്റഡീഡ് ഫെർമെന്റേഷനിൽ പഠിക്കുന്ന സമയത്താണ് പുള്ളി എന്ത് മനസ്സിലാക്കി? ഫെർമെന്റേഷൻ മൈക്രോബിയൽ ഏജൻസ് ആണ് കാരണമെന്ന് മനസ്സിലാക്കി. അതിനുശേഷം എന്ത്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെർമെന്റേഷൻ ഈസ് കോസ്ഡ് ബൈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്നുള്ളതും കണ്ടുപിടിച്ചു. ഒപ്പം തന്നെ അങ്ങനെയാണ് നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി ലൂയിസ് പാസ്റ്റർ ആണെന്ന് സ്ഥാപിച്ചത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തുടങ്ങി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയോളജി, അതായത് ബാക്ടീരിയയെ കുറിച്ച് പഠിക്കാനുള്ള മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു all forms of life, even microbes, arose only from their like not de novo. അതായത് എന്താണോ സാധനം അത് അതിൽ നിന്ന് മാത്രമേ അടുത്ത ജനറേഷൻ ഒറിജിനേറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതാണ് ലൂയിസ് പാസ്റ്റർ. അടുത്തത് പിന്നെ നമ്മുടെ പൗച്ചറ്റ് എന്നുള്ളൊരു തിയറിസ്റ്റിന്റെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്നുള്ള തിയറി തെറ്റാണ് എന്ന് എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്തതും ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്,
സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ലൈക്ക് സ്റ്റീം സ്റ്റെറിലൈസർ, ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആണ്. പിന്നെ ആന്ത്രാക്സിനെ കുറിച്ച് പഠിച്ചു, ചിക്കൻ കോളറയെ കുറിച്ച് പഠിച്ചു, ഹൈഡ്രോഫോബിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ റാബിസിനെ കുറിച്ച് പഠിച്ചു. പക്ഷെ റാബിസിന് കറക്റ്റായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല. റാബിസ് ഉണ്ടാക്കുന്നത് ഒരു കോസേറ്റീവ് ഓർഗാനിസം വളരെ ചെറുതാണെന്നും നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്തതാണെന്നും മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണമെന്നുള്ളതും അത്രയും പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. ഇനി അടുത്ത കോൺട്രിബ്യൂഷൻ ആണ്, അടുത്ത ടെക്സ്റ്റിന്റെ മറുവശമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഇത്രയും ഒന്നുകൊണ്ട് കൺക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ, ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ് ലൈവ് വാക്സിൻ. ഇന്ന് നമുക്ക് പല രോഗങ്ങൾക്കും പല മേജർ ആയിട്ട് റീസെന്റ് ആയിട്ട് നമ്മളെ പാൻഡമിക് ആയിട്ടുള്ള എപ്പിഡമിക് ആയിട്ടുള്ള എന്താണ് നമ്മുടെ കോവിഡ് വരെയുള്ള എല്ലാ ഡിസീസസിനും വാക്സിൻ ഉണ്ട്. എന്താണ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ആ രോഗം വരാതിരിക്കാൻ വേണ്ടി, അതിന്റെ റിസ്ക് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഒരു മരുന്ന്, അതാണ് വാക്സിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ രോഗം വന്നിട്ടല്ല, അതിന് മുന്നേ തന്നെ എടുക്കുകയാണ്. അപ്പൊ അതിൽ ലൈവ് വാക്സിൻ എന്നുള്ള ലൈവ് വാക്സിൻ, കിൽഡ് വാക്സിൻ, അങ്ങനെ പലതരത്തിലുള്ള വാക്സിൻ ഉണ്ട്. വാക്സിന്റെ ടൈപ്സുകൾ കമ്മ്യൂണിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. പക്ഷെ അതിൽ ഇവിടെ നമ്മുടെ ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചത് ലൈവ് വാക്സിൻ ആണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റനുവേറ്റഡ് ലൈവ് വാക്സിൻ ഫോർ പ്രൊഫിലാക്റ്റിക് യൂസ്. എന്താണ് പ്രൊഫിലാക്റ്റിക് എന്നുള്ള വേർഡ്? അതായത് ഒരു ഡിസീസ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷനെയാണ് പ്രൊഫിലാക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രൊഫിലാക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിക്കോഷൻ എന്നുള്ള അർത്ഥം. അതായത് നമ്മൾ കോവിഡ് എവിടെയൊക്കെയോ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോവിഡിനുള്ള വാക്സിൻ എടുക്കുന്നു. ദറ്റ് ഈസ് പ്രൊഫിലാക്സിസ്. വി ആർ നോട്ട് സഫറിങ് ഫ്രം കോവിഡ്, സ്റ്റിൽ വി ആർ ടേക്കിംഗ് വാക്സിൻ ടു പ്രിവെന്റ് കോവിഡ്. ദറ്റ് ഈസ് പ്രൊഫിലാക്റ്റിക്. അങ്ങനെ പ്രൊഫിലാക്സിസിന്റെ ഫലം വേണ്ടിയിട്ടുള്ള ലൈവ് വാക്സിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. ആൻഡ് ആക്സിഡന്റൽ ഒബ്സർവേഷൻ ദാറ്റ് ചിക്കൻ കോളറ ബാസിലസ് cultures left for several weeks lost their pathogenicity but retained their ability to protect the birds against subsequent infection by them, lead to the concept of attenuation and development of live vaccine. അതായത് നമ്മളിവിടെ പോയിന്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ലൈവ് വാക്സിൻ പുള്ളി ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അവരുടെ താഴോട്ട് പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ അത് എക്സാമിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, എന്നാലും അറിയിരിക്കുക. നമ്മളൊരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയണ്ടേ. പുള്ളിയും കണ്ടുപിടിച്ചത്, പുള്ളി ഇതെങ്ങനെ കണ്ടുപിടിച്ചതിന്റെ കാര്യം, ഈ വാക്സിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണം പുള്ളി ചിക്കൻ കോളറയെ കുറിച്ച് പഠിക്കുന്ന സമയം, ചിക്കൻ കോളറ പണ്ടുണ്ടായിരുന്ന ഡിസീസാണ് ചിക്കൻ കോളറ. നമ്മളിപ്പോൾ പഠിക്കുന്നത് വിബ്രിയോ കോളറയാണ്. പണ്ടുള്ള ചിക്കൻ കോളറ ബാസിലസ് എന്ന് പറഞ്ഞൊരു ഓർഗാനിസം ഉണ്ട്. അതിനെക്കുറിച്ച് അത് കൾച്ചർ ചെയ്യുന്ന സമയത്ത് ആ കൾച്ചർ ചെയ്തിട്ട് കുറച്ച് ആഴ്ചകൾ അതങ്ങനെ വച്ചിരുന്നപ്പോൾ അതിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായി, ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഇറ്റ്സ് ലോസ് ദെയർ പാത്തോജനിസിറ്റി, അതിനൊരു രോഗം ഉണ്ടാക്കാവുന്ന കഴിവ് നഷ്ടപ്പെടുകയും പകരം ബേർഡ്സിന്, അല്ലെങ്കിൽ ഇത് ചിക്കൻ കോളറ വന്നത് പക്ഷികൾക്കാണല്ലോ, അപ്പൊ ആ പക്ഷികളെ ഇത് കൊടുക്കുകയാണെങ്കിൽ, ഇത് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരീരത്തിലുണ്ടെങ്കിൽ ആ പക്ഷികൾക്ക് ഈ ചിക്കൻ കോളറ എന്നുള്ള അസുഖം വരാതെ തടയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് പുള്ളി അറ്റന്യൂവേഷനെ കുറിച്ചും ഈ ലൈവ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും പഠിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോയപ്പോഴാണ് ചിക്കൻ കോളറ ബാസിലസ് കൾച്ചറിന് ഒരുപാട് നാൾ അവിടെ തന്നെ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ അത് ലെഫ്റ്റ് ആയത് അൺഅറ്റൻഡഡ് ആയിട്ട് ലെഫ്റ്റ് ആയപ്പോൾ അത് അതിന്റെ പാത്തോജനിസിറ്റി, അതായത് അസുഖങ്ങൾ പരത്താനുള്ള രോഗം അല്ലെങ്കിൽ വരുത്താനുള്ള അസുഖങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും പകരം ആ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് പുള്ളി വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ക്ലിയർ? ലൂയിസ് പാസ്റ്ററിന്റെ കാര്യമാണ് പറയുന്നത്. He attenuated the anthrax bacillus by incubation at a high temperature and proved that inoculation of such bacilli in animals introduced specific protection against anthrax. അതായത് പുള്ളി എന്ത് ചെയ്തു? ഈ ഒരു ചിക്കൻ കോളറ ഒബ്സർവ് ചെയ്ത് ലൈവ് വാക്സിൻ ഉള്ള കൺസെപ്റ്റ് പഠിച്ചു തുടങ്ങി. പുള്ളി മറ്റൊരു വാക്സിൻ അവിടെ ഡെവലപ്പ് ചെയ്തു. ഏതായിരുന്നു? ആന്ത്രാക്സ് ബാസില്ലസ്. അതായത് ആന്ത്രാക്സ് ബാസില്ലസിന്റെ മൈക്രോ ഓർഗാനിസംസ് ഹൈ ടെമ്പറേച്ചർ 42 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തപ്പോൾ സൂക്ഷിച്ചു വെച്ചപ്പോൾ അതിന് എന്തിനുള്ള കഴിവുണ്ടായി? ആന്ത്രാക്സിനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവുണ്ടായി. ആ ഒരു ആന്ത്രാക്സ് ബാസിലസിൽ നിന്ന് സ്വയം ആ പാത്തോജനിസിറ്റി നഷ്ടപ്പെട്ട് ആന്ത്രാക്സ് തടഞ്ഞു വെക്കാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെയാണ് ലൈവ് വാക്സിൻസ് പുള്ളി ഡെവലപ്പ് ചെയ്തത്. He convincingly demonstrated the protective role of anthrax vaccine in public experiment where vaccinated sheep, goat
ആൻഡ് കൗസ് വെർ ചലഞ്ച്ഡ് വിത്ത് എ വിറുലന്റ് ആന്ത്രാക്സ് ബാസിലസ് കൾച്ചർ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ നമ്മുടെ ഈ ആന്ത്രാക്സ് ബാസിലസ് എന്നുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഒരുപാട് സമയം ഒരുപാട് നാൾ എന്ത് ചെയ്തു, 42-43 വരെയുള്ള ഹൈ ടെമ്പറേച്ചർ സൂക്ഷിച്ച് അതിന്റെ പാത്തോജനിസിറ്റി നഷ്ടപ്പെട്ട് മറ്റു രോഗങ്ങളെ ആന്ത്രാക്സ് പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ച് ആ വാക്സിൻ എന്ത് ചെയ്തു, അവിടെ ഷീപ്പിനും ഗോട്ടിനും കൗവിനും ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് അവയ്ക്ക് ആന്ത്രാക്സ് ബാസിലസ് പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പ്രൂവ് ചെയ്തു. ആര്? നമ്മുടെ ലൂയിസ് പാസ്റ്റർ. All the vaccinated animals survived while an equal number of unvaccinated control animals died. ഈ വാക്സിനേഷൻ ചെയ്യാത്ത ഒരുപാട് അനിമൽസ് മരിച്ചു പോയപ്പോൾ, ആന്ത്രാക്സ് പിടിപെട്ട് മരിച്ചു പോയപ്പോൾ ഈ വാക്സിനേറ്റഡ് ആയിരുന്നു നമ്മുടെ ലൂയിസ് പാസ്റ്റർ വാക്സിനേറ്റ് ചെയ്യിപ്പിച്ച ഈ അനിമൽസ് സർവൈവ് ചെയ്തു എന്നുള്ളത് അതിലൂടെ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ലൈവ് വാക്സിൻ അവിടെ പ്രൂവ് ചെയ്തത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. അതുപോലെ അടുത്തൊരു വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് പാസ്റ്റർ കോയിൻ ദ ടേം വാക്സിൻ കണ്ടുപിടിച്ചതിനൊപ്പം അതിന് വാക്സിൻ എന്നുള്ള പേര് കൊടുത്തു. അതായത് നമ്മുടെ പ്രൊഫിലാക്റ്റിക് പ്രിപ്പറേഷൻസിന് പല ഡിസീസസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള മരുന്നുകൾക്ക് നമ്മൾ വാക്സിൻ എന്നുള്ള പേര് പറയുന്നത്, ആദ്യം നമുക്ക് ആ പേര് സജസ്റ്റ് ചെയ്തത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ. മറ്റൊരു വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേം വാക്സിൻ ഈസ് കോയിൻഡ് ബൈ ലൂയിസ് പാസ്റ്റർ. Okay, Pasteur's development of vaccine for hydrophobia marked milestone in development of immunization in medicine. അതുപോലെ നമ്മുടെ ഹൈഡ്രോഫോബിയക്കെതിരെ അല്ലെങ്കിൽ റാബിസിനെതിരെയുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ്റെ, അതായത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ ശക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഡെവലപ്മെന്റിന് തന്നെ അതൊരു ബേസ് മൈൽ സ്റ്റോൺ ആയി മാറി. He obtained the fixed virus of rabies by serial intracerebral passage in rabbits. The rabies vaccine was prepared by drying pieces of spinal cord from rabbits infected with the fixed virus. This virus work was acclaimed throughout the world. അതായത് നമ്മുടെ റാബീസ് പിടിപെട്ട റാബിറ്റ്സ് മുയലുകൾക്ക് അവരുടെ സ്പൈനൽ കോഡ് ഡ്രൈ ചെയ്ത് അതിൽ നിന്നുമാണ് എന്ത് പ്രിപ്പയർ ചെയ്തത്? വാക്സിൻ പ്രിപ്പയർ ചെയ്തത്. വാക്സിൻ പ്രിപ്പയർ ചെയ്ത് ദിസ് വർക്ക് അത് ലോകം മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. റാബിസിൻ എന്നുള്ള ഈ ഒരു ഇമ്മ്യൂണൈസേഷന്റെ ഒരു വാക്സിൻ അവിടെ ഡെവലപ്പ് ചെയ്തപ്പോൾ. And built public contribution in the preparation of vaccine and for the investigation of infectious diseases. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൂയിസ് പാസ്റ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ പഠിപ്പിച്ചത് ലൈവ് വാക്സിനെ കുറിച്ച് പുള്ളി പഠിച്ചതാണ്. ഏതൊക്കെ വാക്സിനെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് അത് ആക്സിഡന്റലി അതിനെ പഠിച്ചു തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇത്രയും കാര്യം ലൂയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ ജോസഫ് ലിസ്റ്റർ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ചോദിക്കത്തില്ല. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 1 മാർക്ക് ക്വസ്റ്റ്യൻ അത്ര മാത്രമേ ഉള്ളൂ. ഇത്ര കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ കോമൺലി വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ വേണമെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാം. ജോസഫ് ലിസ്റ്റർ lived in the period of 1827 to 1912. ഈ കാലയളവിലാണ് ജീവിച്ചിരുന്നത്. He was a professor of surgery in Glasgow Royal Infirmary എന്നുള്ള ഒരു ടീമോ ഒരു ഹോസ്പിറ്റലോ എന്തെങ്കിലും ആയിരിക്കണം, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. He was a professor of surgery. He applied Pasteur's work. ലൂയിസ് പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുകയും ഒപ്പം തന്നെ ആന്റിസെപ്റ്റിക് ടെക്നിക്സ് ഇൻ സർജറി. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. Who introduced antiseptic techniques of surgery? Who introduced antiseptic techniques of surgery? That is Joseph Lister. Joseph Lister ആണ് antiseptic techniques of surgery ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹി വർക്ക്ഡ് ലൂയിസ് പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് നമ്മുടെ സർജറിയുടെ സമയത്ത് നമ്മൾ ആന്റിസെപ്റ്റിക് ടെക്നിക്സ്, ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിസെപ്റ്റിക് ടെക്നിക്സ് എന്തൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയെ എന്തെന്ന് വിളിക്കുന്നു? ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നു. ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക്, അതൊരു വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നത് ജോസഫ് ലിസ്റ്റർ അല്ലെങ്കിൽ ലിസ്റ്റർ
ലോഡ് എന്നാണ് പറയുന്നത്. ഫുൾ പേരാണ് കേട്ടോ, ലിസ്റ്റർ ലോഡ് എന്ന്. അപ്പൊ ഹീസ് ആന്റിസെപ്റ്റിക് സർജറി എന്ന് പറയാം. ഹീസ് യൂസിങ് കാർബോളിക് ആസിഡ്. അവിടെ കാർബോളിക് ആസിഡ് ആണ് നമ്മുടെ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്ത് നമ്മൾ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസ് യൂസ് ചെയ്ത് ആന്റിസെപ്റ്റിക് സർജറി ചെയ്യുകയാണെങ്കിൽ അവിടെ മാക്സിമം നമുക്ക് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ഒരു തിയറിസ്റ്റ് ആണ് നമ്മൾ പഠിക്കാനുള്ള, റോബർട്ട് കോച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലൂയിസ് പാസ്റ്റർ പോലെ തന്നെ 5 മാർക്കിനും അതിൽ കുറച്ച് ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട്, അത് 2 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന കാര്യമാണ്. 1 മാർക്കിനും 5 മാർക്ക്, 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്, ഇതിനെല്ലാത്തിനും വരാവുന്ന ഒരു പോർഷനാണ് റോബർട്ട് കോച്ച്. അടുത്തൊരു ഹിസ്റ്ററിയിൽ പഠിക്കുന്ന അടുത്തൊരാളാണ് റോബർട്ട് കോച്ച്. പുള്ളി എപ്പോഴാണ് ജീവിച്ചിരുന്നത്? 1843 to 1920 ആണ്. റോബർട്ട് കോച്ച് വാസ് എ ജർമ്മൻ ജനറൽ പ്രാക്ടീസ്. ജർമ്മനിയിലുള്ള ജനറൽ ഡോക്ടർ ആയിരുന്നു റോബർട്ട് കോച്ച് എന്ന് പറയുന്നത്. പുള്ളിയെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നാണ്. ബാക്ടീരിയകളെ കുറിച്ച് പഠിക്കുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് റോബർട്ട് കോച്ച്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് കോച്ചാണ്. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ, പെർഫെക്റ്റഡ് ബാക്ടീരിയോളജിക്കൽ ടെക്നിക്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് മെത്തേഡ്സ് ഫോർ ഐസൊലേഷൻ ഓഫ് പ്യുവർ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. അതായത് നമ്മുടെ ലൂയിസ് പാസ്റ്ററും ബാക്ടീരിയോളജിയുടെ ഡെവലപ്മെന്റ് മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷെ ആ മെത്തേഡ്സ് തന്നെ അതിന് പെർഫെക്റ്റ് മെത്തേഡിലൊക്കെ അതിനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കി ആ ബാക്ടീരിയയുടെ പ്യുവർ സ്ട്രെയിൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, സ്ട്രെയിനിങ് മെത്തേഡ്സ് പോലെയുള്ള സ്ട്രെയിനിങ് മെത്തേഡ്സ്, ബാക്ടീരിയകളെ സെപ്പറേറ്റ് ചെയ്യാനുള്ള സ്ട്രെയിനിങ് ഐസൊലേഷൻ മെത്തേഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? റോബർട്ട് കോച്ച് ആയിരുന്നു. ഇതാണ് റോബർട്ട് കോച്ചിന്റെ ഫോട്ടോ. ഇനി രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ, റോബർട്ട് കോച്ചിന്റെ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ, ഇൻട്രൊഡ്യൂസ്ഡ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റൈനിങ് ബാക്ടീരിയ ഇൻ പ്യുവർ കൾച്ചർ യൂസിങ് സോളിഡ് മീഡിയ. നമ്മൾ കൾച്ചർ മീഡിയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, സോളിഡ് മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ബാക്ടീരിയയും കൾച്ചർ ചെയ്യുന്നത്, പ്യുവർ കൾച്ചറിൽ നമ്മൾ അതിനെ യൂസ് ചെയ്ത് കൾച്ചർ ചെയ്യുന്ന മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? റോബർട്ട് കോച്ച് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബാക്ടീരിയസ് ഗ്രാം സ്റ്റെയിനിങ്, അതായത് ഗ്രാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന, ഏത് തരം ബാക്ടീരിയ ആണത് എന്നൊക്കെ തിരിച്ചറിയുന്ന ടെക്നിക്കാണ് സ്റ്റെയിനിങ് ടെക്നിക്. അത് നമ്മൾ ഈ ഒരു അടുത്ത ചാപ്റ്ററിൽ, നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സ്റ്റെയിനിങ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്? റോബർട്ട് കോച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ആന്ത്രാക്സ് ബാസിലസ് ഡിസ്കവേർഡ് ചെയ്തു. അത് ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആന്ത്രാക്സ് ബാസിലസിന്റെ സ്റ്റഡി നടത്തിയത് ആരായിരുന്നു? ലൂയിസ് പാസ്റ്റർ ആയിരുന്നു. പക്ഷെ അത് ഡിസ്കവർ ചെയ്തത്, ആന്ത്രാക്സ് ബാസിലസ് ഡിസ്കവർ ചെയ്തത് റോബർട്ട് കോച്ചാണ്. ഒപ്പം അതുപോലെ തന്നെ ട്യൂബർക്കിൾ ബാസിലസും കോളറ വിബ്രിയോസും ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഡിസ്കവർ ചെയ്തത് ആരായിരുന്നു? റോബർട്ട് കോച്ച് ആണ്. ആന്ത്രാക്സ് ബാസിലസ് ഡിസ്കവർ ചെയ്തു, ട്യൂബർക്കിൾ ബാസിലസ് ഡിസ്കവർ ചെയ്തു, കോളറ വിബ്രിയോസ് ഡിസ്കവർ ചെയ്തതും ആരായിരുന്നു? റോബർട്ട് കോച്ച് ആയിരുന്നു. ഓക്കെ, ഇതെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ്. ആ കോൺട്രിബ്യൂഷൻസിൽ തന്നെ വരുന്ന മറ്റു 2 പാർട്ടുകളുണ്ട്. ഒന്ന് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിന്നെ അടുത്തത് കോച്ച് ഫിനോമിനൻ എന്ന് പറയും. ഇത് രണ്ടും 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റോബർട്ട് കോച്ച് എന്ന് മാത്രം പറഞ്ഞ് 5 മാർക്കിന് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കോൺട്രിബ്യൂഷൻ കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് പഠിക്കുക. റോബർട്ട് കോച്ചിന്റെ പോസ്റ്റുലേറ്റ്സ് മീൻസ് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അക്കോർഡിംഗ് ടു കോച്ച് പോസ്റ്റുലേറ്റ്സ്, എ മൈക്രോ ഓർഗാനിസം ക്യാൻ ബി accepted as a causative agent of an infectious disease only if the following conditions are fulfilled. അതായത് കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ, അതായത് ഒരു ഡിസീസിന് ഇന്ന മൈക്രോ ഓർഗാനിസം ആണ് കാരണം എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഈ താഴെ പറയുന്ന ഈ പോയിന്റ്സുകൾ, ഈ 4 പോയിന്റ്സുകൾ പ്രൂവ്ഡ് ആവണം. ഈ 4 പോയിന്റ്സും ശരിയാണെങ്കിൽ മാത്രമേ ഈ മൈക്രോ ഓർഗാനിസം ആണ് ഇന്ന ഡിസീസ് പരത്തിയതെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവ ഏതൊക്കെ പോയിന്റ്സ് ആണെന്ന് നോക്കാം. 4 പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. ഞാൻ ഒന്നുകൂടി അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പറയാം. കോച്ച് പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഫസ്റ്റ് പോയിന്റ് വരുന്നത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ഓർഗാനിസം should okay, the organism should be constantly associated with the lesion of the disease. അതായത് ഒരു രോഗം വരുമ്പോൾ അവിടെ അതിന്റെ ഇൻഫെക്ഷ്യസ് ലീഷൻസ് ഉണ്ടാകും അല്ലെ, ആ ലീഷൻസുമായിട്ട് കംപ്ലീറ്റ്ലി അസോസിയേറ്റഡ് ആയിരിക്കണം, എന്നാൽ നമുക്ക് ആ രോഗാണുവാണ് ഈ ഡിസീസിന് കാരണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ആ ഓർഗാനിസമാണ് ആ ഡിസീസിന്റെ ലീഷനുമായിട്ട് അസോസിയേറ്റഡ് ആണ്, ആ ഓർഗാനിസവും ആ ഒരു ഡിസീസിന്റെ ലീഷനും അസോസിയേറ്റഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് കോച്ച് പോസ്റ്റുലേറ്റ്. രണ്ടാമത് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ഐസോലേറ്റ് ദ ഓർഗാനിസം ഇൻ പ്യുവർ കൾച്ചർ ഫ്രം ദ ലീഷൻ ഓഫ് ഡിസീസ്. എവിടെയാണോ ഒരു ഇൻഫെക്ഷസ് ഡിസീസ് നിങ്ങൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഷൻ കണ്ടുപിടിച്ചത്, അവിടെ നിന്നുള്ള സാമ്പിൾ എടുത്ത് പ്യുവർ കൾച്ചർ ചെയ്യുമ്പോൾ അതിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു മൈക്രോ ഓർഗാനിസമാണ് ആ ഡിസീസ് പരത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ആ ഓർഗാനിസവും ആ ലീഷനും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് ആ ലീഷനിൽ നിന്ന് എടുക്കുന്ന പ്യുവർ കൾച്ചറിൽ നിന്നും നമ്മൾ ആ ഒരു മൈക്രോ ഓർഗാനിസം നമുക്ക് ഐസോലേറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. ഇത് രണ്ടാമത്തെ കോച്ച് പോസ്റ്റുലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഐസോലേറ്റഡ് ഓർഗാനിസം, അതായത് നമ്മൾ ആ പ്യുവർ കൾച്ചറിലൂടെ ഐസോലേറ്റ് ചെയ്ത ഓർഗാനിസം when inoculated in suitable laboratory animals should produce a similar disease. നമ്മൾ ആ ഒരു മുറിവിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷസ് ലീഷനിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പ്യുവർ കൾച്ചറിലൂടെ എടുത്ത ആ ഓർഗാനിസം നമ്മൾ ലബോറട്ടറി അനിമൽസിൽ കൾച്ചർ മീൻസ് ഗ്രോത്ത് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസീസ് വീണ്ടും ജനറേറ്റ് ചെയ്യണം, ആ ഒരു സിമിലർ ഡിസീസ് വീണ്ടും ജനറേറ്റ് ചെയ്യാൻ ആ കഴിവ് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കവിടെ ഈ മൈക്രോ ഓർഗാനിസമാണ് ഈ ഡിസീസ് പരത്തിയത് അല്ലെങ്കിൽ ഈ ഡിസീസിന്റെ കാരണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്ത നാലാമത്തെ ഫൈനൽ പോസ്റ്റുലേറ്റ് ഇറ്റ് ഷുഡ് ബി പോസിബിൾ to re-isolate the organism in pure culture from the lesions produced in the experimental animal. നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ചില ആനിമൽസിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അപ്പോൾ ആ ഡിസീസ് ഉണ്ടാവുകയും ആ ഡിസീസ് ഉണ്ടായ ആനിമൽസിൽ നിന്ന് വീണ്ടും നമുക്ക് ആ മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയും വേണം. ഈ നാല് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ദിസ് മൈക്രോ ഓർഗാനിസം ഈസ് കോസ്ഡ് ദിസ് ഡിസീസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ആര് പറഞ്ഞതാണ്? റോബർട്ട് കോച്ച് പറഞ്ഞ അല്ലെങ്കിൽ കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്നറിയപ്പെടുന്ന 4 സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തൊക്കെയാണ് 4? ഒന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു ഡിസീസിന്റെ ലീഷനും ഓർഗാനിസവും തമ്മിൽ അസോസിയേഷൻ വേണം. അതുപോലെ ആ ഏത് ലീഷനാണോ ഡിസീസിനുള്ളത് അതിൽ നിന്നും പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം ത്രൂ പ്യുവർ കൾച്ചർ. ആ ഐസൊലേറ്റ് ചെയ്ത ഓർഗാനിസം നമ്മൾ ലബോറട്ടറിയിലെ എക്സ്പെരിമെന്റിന്റെ ഉള്ള ആനിമൽസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ അതേ ഡിസീസ് സിമിലർ ഡിസീസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകണം. ആ എക്സ്പെരിമെന്റ് ചെയ്ത ആ അനിമലിൽ നിന്നും നമുക്ക് വീണ്ടും ആ മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയണം. ഈ 4 കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസീസ് ആ ഒരു മൈക്രോ ഓർഗാനിസമാണ് കാരണമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് കോച്ച് പോസ്റ്റുലേറ്റ്സ്. 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, an additional criterion introduced subsequently requires that specific antibodies to the organisms should be demonstrable in the serum of patients. അതിനുശേഷം ഈ കോച്ച് പോസ്റ്റുലേറ്റ്സിൻ്റെ ഒക്കെ ശേഷം പുള്ളി അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അഡീഷണൽ ഒരു ക്രൈറ്റീരിയ ആണ്, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ഇന്ന രോഗാണ് കാരണമാണ് വന്നതെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആന്റിബോഡി ആ രോഗം വന്ന ആ പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തിരിക്കണം, ബ്ലഡിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കണം. അതും ഒരു അഡീഷണൽ ക്രൈറ്റീരിയ ആയിട്ട് കോച്ച് പോസ്റ്റുലേറ്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ
ഇത് പറയും കോച്ച് പോസ്റ്റുലേറ്റ്സ് വെച്ച് പറഞ്ഞപ്പോൾ അതിലൊരു എക്സെപ്ഷണൽ കേസ് വന്നതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് നോട്ട് ഫുൾഫില്ലിംഗ് കോച്ച് പോസ്റ്റുലേറ്റ്സ് ഈസ് ലെപ്ര ബാസിലസ്. ലെപ്ര ബാസിലസ് എന്ന് പറയുന്ന ലെപ്രസി വരുത്തുന്ന ലെപ്ര ബാസിലസ് എന്താണ് ലെപ്ര ബാസിലസ് ഒരിക്കലും ഈ കോച്ച് പോസ്റ്റുലേറ്റ്സ് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്തിട്ടില്ല. അന്ന് പണ്ട് കാലത്തുള്ള കാര്യമാണ്. ഇപ്പോഴതിനൊക്കെ ഒരുപാട് നല്ല നല്ല സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് റോബർട്ട് കോച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് അടുത്തൊരു കോൺട്രിബ്യൂഷനാണ് കോച്ച് ഫിനോമിനൻ. എന്താണ് കോച്ച് ഫിനോമിനൻ എന്ന് നോക്കാം. അതും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോബർട്ട് കോച്ച് ഒബ്സർവ്ഡ് ദാറ്റ് ഗുനിയ പിഗ്സ് എന്ന് പറയുന്ന ഒരു തരം പന്നികളാണ് already infected with the tubercle bacillus responded with an exaggerated inflammatory response when injected with the tubercle bacillus or its protein. അതാണ് നമ്മുടെ കോച്ച് ഫിനോമിന പറയുന്നത്. അത് കോച്ച് ഫിനോമിന പറയുന്നത് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അതായത് ഓൾറെഡി ട്യൂബർക്കിൾ ബാസിലസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഗുനിയ പിഗ്സ് അവരുടെ ശരീരത്തിൽ നമ്മൾ വീണ്ടും ട്യൂബർക്കിൾ ബാസിലസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻസോ ഇഞ്ചക്ട് ചെയ്തപ്പോൾ അവർക്ക് എന്താ ഉണ്ടായ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടായി, ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടായി. ഇതിനെയാണ് കോച്ച് ഫിനോമിനൻ എന്ന് പറയുന്നത്. എന്താണ് ചെയ്തത്? ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ട്യൂബർക്കിൾ ബാസിലസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഗുനിയ പിഗ്സിന്റെ ശരീരത്തിൽ നമ്മൾ വീണ്ടും ട്യൂബർക്കിൾ ബാസിലസോ അല്ലെങ്കിൽ ട്യൂബർക്കിൾ ബാസിലസിന്റെ പ്രോട്ടീൻസോ ഇഞ്ചക്ട് ചെയ്തപ്പോൾ അവിടെ അവരുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അവിടെ ആ ഇൻഫെക്ഷൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററിയുടെ റെസ്പോൺസ് വളരെ അധികമായിട്ട് കൂടി, അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനോടെ ഉണ്ടായി. ഇതിനെയാണ് കോച്ച് ഫിനോമിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ആളും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളുമാണ്. അടുത്തുള്ള ഒരാളാണ് പോൾ എഹ്ലിച്ച്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പോൾ എഹ്ലിച്ച് എന്ന് പറയുമ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 1854 മുതൽ 1915 വരെ ജീവിച്ചിരുന്ന ഫാദർ ഓഫ് കീമോതെറാപ്പി എന്നറിയപ്പെടുന്ന ആളാണ് പോൾ എഹ്ലിച്ച്. ഹിസ് എ ജർമ്മൻ സയന്റിസ്റ്റ്. അതായത് കാരണം നമ്മുടെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു ബേസിക് വന്നത് പോൾ എഹ്ലിച്ചിന്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയെ ഫാദർ ഓഫ് കീമോതെറാപ്പി എന്ന് പറയുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അതിന്റെ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് നോക്കാം. അപ്ലൈഡ് സ്റ്റെയിൻസ് ടു സെൽസ് ആൻഡ് ടിഷ്യൂസ് ഫോർ സ്റ്റഡി ഓഫ് ദെയർ ഫങ്ഷൻസ്. അതായത് സ്റ്റെയിൻസ്, അപ്ലൈഡ് സ്റ്റെയിൻസ് എന്ന് പറയുന്നത് സ്റ്റെയിനിങ് മെത്തേഡ് സെല്ലുകളിലും ടിഷ്യൂസിലൊക്കെ നടത്തുന്നതിന്, അവയുടെ ഫങ്ഷൻസിനെ കുറിച്ച് നടത്തുന്നതിനൊക്കെ സ്റ്റെയിനിങ് ടെക്നിക്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആസിഡ് ഫാസ്റ്റ് നാച്ചർ ഓഫ് ട്യൂബർക്കിൾ ബാസിലസിനെ കുറിച്ച്, അതൊക്കെ നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ട്യൂബർക്കിൾ ബാസിലസ് എന്ന് പറഞ്ഞ മൈക്രോ ഓർഗാനിസം ആസിഡ് ഫാസ്റ്റ് നാച്ചുർ ആണ് എന്ന് റിപ്പോർട്ട് ചെയ്തതും പോൾ എഹ്ലിച്ച് ആയിരുന്നു. പിന്നെ സൈഡ് ചെയിൻ തിയറി, ആന്റിബോഡി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സൈഡ് ചെയിൻ തിയറി പ്രൊപ്പോസ് ചെയ്തതും പോൾ എഹ്ലിച്ച് ആയിരുന്നു. പിന്നെ നമ്മുടെ സൽവാർസൺ അല്ലെങ്കിൽ അതൊരു ആർസനിക്കൽ കോമ്പൗണ്ട് ആണ്. അതിന് മാജിക്കൽ ബുള്ളറ്റ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സിഫിലിസ് പരത്തുന്ന മൈക്രോ ഓർഗാനിസം സ്പൈറോകീറ്റ്സ് കാറ്റഗറിയാണ്. അവയെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ സൽവാർസൺ എന്ന് പറയുന്ന ആർസനിക് കോമ്പൗണ്ടിന് ഉണ്ട് എന്ന് ഡിസ്കവർ ചെയ്തതും നമ്മുടെ പോൾ എഹ്ലിച്ച് ആയിരുന്നു. അതുപോലെ നിയോസൽവർസൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഡിസ്കവർ ചെയ്യുകയും അതാണ് ഒരു കീമോതെറാപ്പി, നമ്മുടെ ഓങ്കോളജി, നമ്മുടെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്ന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുള്ള സഹായിച്ച ഒരു ഡിസ്കവറി ആയിരുന്നു, ഒരു നേട്ടമായിരുന്നു നിയോസൽവർസന്റെ കണ്ടുപിടുത്തം. അതും ചെയ്തത് ആരാണ്? പോൾ എഹ്ലിച്ച് ആയിരുന്നു. പിന്നെ ടോക്സിൻസിനെയും ആന്റി ടോക്സിൻസിനെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും പോൾ എഹ്ലിച്ച് ആയിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പോൾ എഹ്ലിച്ചിന്റെ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ മൈക്രോബയോളജി എന്താണെന്ന് പറഞ്ഞു, മെഡിക്കൽ മൈക്രോബയോളജി എന്താണെന്ന് പറഞ്ഞു, പണ്ട് നമ്മുടെ BC യിലും AC-യുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു മൈക്രോ ഓർഗൻസ് ഐഡന്റിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ നമ്മുടെ ആന്റണി വോൺ ലീവൻഹുക്ക് നമ്മുടെ ലെൻസ് രൂപപ്പെടുത്തുകയും മൈക്രോ ഓർഗാനിസംസ് 3 തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. അത് ആദ്യത്തെ കണ്ടുപിടുത്തം. അത് കഴിഞ്ഞ് റോബർട്ട് ഹുക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഗ്നസ് സെമ്മൻവിൽസിനെ കുറിച്ച് പഠിച്ചു. പ്യൂപ്പേരിയൽ സെപ്സിസ്, കാരണം ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യൂപ്പേരിയൽ സെപ്സിസ് പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ ഇഗ്നസ് സെമ്മൻവിൽസ് ആണ്.
പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കണം ലൂയിസ് പാസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് തന്നു, എന്താണ് ലൈവ് വാക്സിൻസ്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ ജോസഫ് ലിസ്റ്റർ ആന്റിസെപ്റ്റിക് സർജറി, ഫാദർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി എന്ന് പറയുന്നത് കാർബോളിക് ആസിഡ് ആണ് പുള്ളി യൂസ് ചെയ്ത് സൊല്യൂഷൻ, ആന്റിസെപ്റ്റിക് സർജറികൾക്ക് യൂസ് ചെയ്ത സൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞു. പിന്നെ റോബർട്ട് കോച്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആളാണ് റോബർട്ട് കോച്ച്. അദ്ദേഹം ബാക്ടീരിയോളജിയുടെ ഫാദറാണ്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു, കോസ്റ്റ് പോസ്റ്റ്ലേറ്റ്സിന്റെ 4 പോയിന്റ്സ്, പിന്നെ കോച്ച് ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറഞ്ഞു. അടുത്ത ആളാണ് പോൾ എഹ്ലിച്ച്, ഫാദർ ഓഫ് കീമോതെറാപ്പി എന്നറിയപ്പെടുന്ന പോൾ എഹ്ലിച്ച് ആണ്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയാവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹിസ്റ്ററി നമ്മളിവിടെ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇവിടെ സ്റ്റഡി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ റോബർട്ട് കോച്ച്, ഷോർട്ട് നോട്ട്സ് ഓൺ കോച്ച് പോസ്റ്റ്ലേറ്റ്സ്, ഷോർട്ട് നോട്ട്സ് ഓൺ പോൾ എഹ്ലിച്ച്, ഷോർട്ട് നോട്ട്സ് ഓൺ ലൂയിസ് പാസ്റ്റർ, ഷോർട്ട് നോട്ട് ഓൺ കോച്ച് ഫിനോമിന. only 2 mark questions you can expect from this first unit. പിന്നെ നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി? ഫാദർ ഓഫ് മൈക്രോബയോളജി ആരാണ്? പോൾ എഹ്ലിച്ച് ആണോ, ജോസഫ് ലിസ്റ്റർ ആണോ, ലൂയിസ് പാസ്റ്റർ ആണോ, കിറ്റാ സാറ്റോ ആണോ? ലൂയിസ് പാസ്റ്റർ. നെക്സ്റ്റ്, ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടെക്നിക്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ? ലൂയിസ് പാസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് the term vaccine was coined by Louis Pasteur. Okay, who introduced methods of obtaining bacteria in pure culture using solid media? Correct option A, Robert Koch. Next, who discovered Mycobacterium tuberculosis? Option B, that is tubercle bacillus, that is Mycobacterium tuberculosis, that is Robert Koch. Who is known as the father of chemotherapy? Paul Ehrlich. Who proposed side chain theory of antibody protection? Correct option A, Paul Ehrlich. Who introduced vaccination method of prevention of smallpox? 8th question, Edward Jenner. ഞാൻ അതിൻ്റെ ജസ്റ്റ് സൈൻ അതൊക്കെ നമ്മൾ അടുത്ത ഓരോരോ പോർഷൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്മോൾ പോക്സിന്റെ പ്രിവെൻഷൻ മെത്തേഡ് വാക്സിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വേർഡ് ജെന്നർ ആണ്. Who is the first human which is the first human disease proved to be of വൈറൽ ഒറിജിനും, വൈറസ് കാരണം ഉണ്ടാകുന്ന എന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ ഹ്യൂമൻ ഡിസീസ് ഏതാണ്? ഓപ്ഷൻ ബി, യെല്ലോ ഫീവർ ആണ് വൈറസ് ഉണ്ടാക്കുന്ന ആദ്യത്തെ രോഗം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. എക്സാം ബേസ്ഡ് ആയിട്ട് വലിച്ചു മാറി ഒന്നും പഠിക്കേണ്ട. ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും മാത്രം നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് വഴിച്ച് മതി എന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് വെച്ച് മതിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈക്രോബയോളജി കംപ്ലീറ്റ് ചെയ്ത് പോകാം. അല്ല, നോട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസന്റേഷൻ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേ സമയം എടുക്കും. ഇത് ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കമന്റ് ഇൻ അവർ വീഡിയോ. ഓക്കെ, നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതിയെങ്കിൽ അത് പറയാം. ഞാൻ മാക്സിമം എല്ലാ പോർഷൻസും പെട്ടെന്ന് തന്നെ എടുത്തു തരാം. ബിക്കോസ് ഐ എം ഹാവിംഗ് റെഡി മെറ്റീരിയൽ, I can take classes very easily. Okay, I will not lose my time while taking classes like not preparation and other things. Okay, so I can take more classes very frequently. Okay, please put your comments in our comment box. Thank you for watching. Bye bye.